മോണപഴുപ്പിന് മരുന്നുണ്ടോ? പലരും ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്. മോണപഴുപ്പിന് മരുന്ന് തരാമോ? കാരണം എൻ്റെ പല്ലിനും മോണകൾക്കും എല്ലാം ഭയങ്കര പഴുപ്പാണ്. ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോര വരുന്നു, തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞ നിറത്തിൽ ചലം വരുന്നു, അല്ലെങ്കിൽ പഴുപ്പ് വരുന്നു. മോണരോഗം കൊണ്ട് ഞാൻ വിഷമിക്കുകയാണ്, അതുകൊണ്ട് അതിനൊരു മരുന്ന് അയക്കാമോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്നെ വിളിച്ച് ചോദിക്കുന്ന പലരും പറയാറുള്ളത്, പലതരത്തിൽ ഞങ്ങൾ മോണരോഗത്തിന് വേണ്ടി ചികിത്സിച്ചു, ഒന്നും ശരിയായില്ല, അതുകൊണ്ട് ഡോക്ടർ ഞങ്ങൾക്കൊരു മരുന്ന് തരണം. മോണരോഗത്തിന് മരുന്നുണ്ടോ? ഈ മോണരോഗം വരാനുള്ള കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ, ഒന്ന്, പല പല്ലുകളും നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ പല്ല് വയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ, പല്ല് ഉറപ്പായിട്ടോ അല്ലെങ്കിൽ അത് ചവയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ലോഡ് കൊണ്ടുണ്ടാകുന്ന മോണരോഗമുണ്ട്. അഥവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പല്ലുകളാണ് ബാക്കി ചവയ്ക്കുന്നതെല്ലാം ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലോഡ് സഹിക്കാൻ പറ്റാതെ പല്ലുകൾ ഇളകുക, അല്ലെങ്കിൽ പല്ലിൻ്റെ മോണ വീക്കായിട്ട് മോണവീക്കം വരിക, മോണയുടെ ആരോഗ്യം നഷ്ടപ്പെടുക, ഇതെല്ലാം കൊണ്ടുണ്ടാകുന്ന മോണരോഗമുണ്ട്. അതിന് പല്ലുകൾ ഉറപ്പായിട്ട് തിരിച്ചു വയ്ക്കാതെ ആ മോണരോഗം മാറാൻ പോകുന്നില്ല. അപ്പോൾ അതിന് എന്ത് മരുന്നാണ് ഞാൻ തരിക? അതിനുള്ള മരുന്ന് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ചികിത്സയാണ്. അഥവാ പല്ല് ഉറപ്പായിട്ട് വയ്ക്കേണ്ടി വരും. രണ്ടാമത്തെ ഭാഗം എന്താണ്? മോണരോഗത്തിന് മറ്റൊരു കാരണം പ്ലാക്ക് എന്ന് പറയുന്ന നമ്മളുടെ വായിൽ അടിഞ്ഞുകൂടുന്ന കാൽസ്യം അല്ലെങ്കിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ, ഇതെല്ലാം അടിഞ്ഞുകൂടി പല്ലിന് ചുറ്റും ഉണ്ടാകുന്ന പ്ലാക്ക് അല്ലെങ്കിൽ കാൽക്കുലസ് എന്ന് പറയുന്ന സാധനവും, ഈ കാൽക്കുലസ് ആഗിരണം ചെയ്യുന്ന നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളം, ഇതെല്ലാം അതിനകത്തേക്ക് ആഗിരണം ചെയ്തിട്ടുണ്ടാകുന്ന മോണരോഗമാണ്. ഇതിനാണെങ്കിൽ ഇത് മാറാത്തിടത്തോളം കാലം, ഈ പറയുന്ന പഴുപ്പുണ്ടാക്കുന്ന സാധനങ്ങൾ പല്ലിൽ നിന്ന് മാറ്റിയെടുക്കാത്തിടത്തോളം കാലം ആ മോണരോഗം മാറാൻ പോകുന്നില്ല. കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് കഴിച്ചു, ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ആ പഴുപ്പ് നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയയെ ഒരു തരത്തിൽ അതിനെ ഒന്ന് ശമിപ്പിക്കാൻ, കുറച്ച് നേരത്തേക്ക് ശമിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ 5 ദിവസത്തേക്ക് ശമിപ്പിക്കാൻ, അത് കുറച്ച് കൊണ്ടുവരാൻ നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്ന കാര്യമാണ് ആൻറ്റിബയോട്ടിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി. ഇത് രണ്ടും കഴിച്ച് കഴിയുമ്പോൾ ഒരു കുറവൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ കാൽക്കുലസും ഇതും എടുത്തു കളഞ്ഞ്, കാൽക്കുലസും പ്ലാക്കും അതിനകത്ത് നമ്മൾ മെക്കാനിക്കലി അഥവാ ക്ലിനിക്കിൽ വന്ന് അതിനെ ക്ലീൻ ചെയ്ത് ആ കാൽക്കുലസിനെ ഇതിനെ എടുത്തു കളഞ്ഞില്ലെങ്കിൽ അത് വീണ്ടും ആ കാൽക്കുലസിലേക്ക് ബാക്ടീരിയ പിടിക്കുകയും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, ഇതിനകത്തുണ്ടാകുന്ന ഗ്രാനുലേഷൻ ടിഷ്യൂ എന്ന് പറയുന്ന സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പഴുപ്പ് ഉണ്ടാക്കുന്ന ടിഷ്യൂ ഉണ്ടല്ലോ, ഒരു മഞ്ഞ കളറിലിരിക്കുന്ന ഒരു ടിഷ്യൂ, അത് മോണയുടെ അടിയിലെല്ലാം ഉണ്ട്. ഇതും എടുത്ത് കളയണം. ഇത് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴുപ്പുണ്ടാവും. അപ്പോൾ പഴുപ്പുണ്ടായിക്കൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ അതിന് പിന്നെയും നമ്മളിപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ആ ചലം വരുന്നത് കുറയും, അല്ലെങ്കിൽ മരുന്ന് ഇപ്പോൾ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി കഴിച്ചാൽ ആ നീര് വയ്ക്കുന്നത് കുറയും. ഇതെല്ലാം കഴിച്ച് കുറഞ്ഞ് കഴിയുമ്പോഴും പക്ഷേ അകത്തിരിക്കുന്ന പഴുപ്പുണ്ടാകുന്ന ആ സെൽസും അല്ലെങ്കിൽ പഴുപ്പുണ്ടായി നിൽക്കുന്ന സാധനമെല്ലാം അവിടെ ഉണ്ട്. അഥവാ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ട്. അതിന് വീണ്ടും അങ്ങനെ ഒരു അസുഖം ഉണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യവും അവിടെയുണ്ട്. ഈ സാഹചര്യത്തെ മാറ്റിയില്ലെങ്കിൽ വീണ്ടും ഈ മോണരോഗത്തിലേക്ക് വരും. അപ്പോൾ മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ അതുകൊണ്ടൊരു കുറവുണ്ടായി എന്ന് പറയുന്ന മോണരോഗങ്ങളെല്ലാം തിരികെ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തിരിച്ചു വരാനുള്ള സാധ്യത. അതുകൊണ്ട് മോണരോഗത്തിന് കൃത്യമായിട്ടൊരു മരുന്നായിട്ടില്ല. കുറച്ച് ദിവസത്തേക്ക് കുറഞ്ഞു വരാൻ, ഇപ്പോൾ നമുക്ക് മുട്ടിന് വേദനയുള്ളവരുണ്ട്. മുട്ടിന് വേദനയ്ക്ക് നമുക്കവിടെ പരത്തി വയ്ക്കാനൊക്കെ ഒരു സുഖം കിട്ടാനൊക്കെ ഒരു മരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും മുട്ട് റീപ്ലേസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നാൽ നമുക്കത് റീപ്ലേസ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ മരുന്ന് പറ്റിക്കൊണ്ട് നടന്നാൽ പലപ്പോഴും സാധിക്കില്ല. എന്ന് പറഞ്ഞ പോലെ മോണരോഗത്തിന് അല്ലെങ്കിൽ കണ്ണിന് കണ്ണാടി വെക്കേണ്ട കേസുകളിൽ നമുക്കതിന് മരുന്നൊഴിച്ച് കണ്ണാടി വെക്കേണ്ടാത്തതില്ല എന്ന് പറയുന്ന പോലെ മോണരോഗത്തിന് കൃത്യമായിട്ട് അതിൻ്റെ കാരണങ്ങളെ മാറ്റിയെടുത്ത് എന്നിട്ട് വേണം നമുക്ക് അതിനെ ചികിത്സിക്കാൻ. എന്നാൽ മാത്രമേ ആ ചികിത്സ ഫലപ്രദമാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഈ മോണരോഗം വന്നുകൊണ്ടേയിരിക്കും. മൂന്നാമത്തെ കാര്യം, പല്ലുകൾ ഞാൻ പറഞ്ഞ പോലെ പല്ലുകൾ നഷ്ടമായിട്ടുള്ളത്, ഭക്ഷണം കയറുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുത്താൽ മാത്രമേ മോണരോഗം പൂർണ്ണമായിട്ട് നമ്മളുടെ വായിൽ നിന്ന് മാറി നിൽക്കുകയും വായനാറ്റം, അതുപോലെ ഇപ്പോൾ പഴുപ്പ് വരുന്ന പ്രശ്നങ്ങൾ, ഇതുമൂലം ഉണ്ടാകുന്ന ഡയബറ്റിസ്, അതുപോലെ തന്നെ ഹാർട്ടിനുള്ള പ്രോബ്ലം, അതിനുള്ള വയറിനുള്ള പ്രോബ്ലം, ഇതെല്ലാം വീണ്ടും വരികയും ചെയ്യും. ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് പലപ്പോഴും
ഒരു മോണരോഗത്തിൽ നിന്ന് തുടങ്ങുന്നത് മറ്റ് സിസ്റ്റമിക് ഡിസീസസിലേക്ക് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ്. കാരണം നിങ്ങളുടെ ശരീരത്തിലൊരു സ്ഥിരമായിട്ടൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിക്കാൻ തുടങ്ങും. നിങ്ങൾ കഴിക്കുന്ന ഈ ആൻറ്റിബയോട്ടിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററിയും കൊണ്ട് തന്നെ നിങ്ങളുടെ കിഡ്നി, ലിവർ മുതലായവയെല്ലാം ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ വായിക്കകത്തുണ്ടാകുന്ന ഈ ഇൻഫെക്ഷൻ മൂലം ഹാർട്ടിനുള്ള പ്രോബ്ലം, അതുപോലെ തന്നെ കാലിൻ്റെ മുട്ടിനും അതോടൊപ്പം തന്നെ മറ്റ് ജോയിൻസിനുള്ള പ്രോബ്ലം ഇതെല്ലാം ഉണ്ടാകാമെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോണരോഗം ഒരു ചെറിയ പ്രശ്നമല്ല, അത് മറ്റ് രോഗങ്ങൾക്കും ഉള്ള ഒരു തുടക്കമാണ്. അതുമാത്രമല്ല മറ്റ് രോഗങ്ങൾ വരാനും ആ രോഗങ്ങളുടെ ഒരു ലക്ഷണവുമായിട്ടും മോണരോഗം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് മോണരോഗത്തിൻ്റെ ചികിത്സ. അതിനൊരു മരുന്ന് ആയിട്ടില്ല എന്ന് പ്രത്യേകം ഓർക്കുക. അതോടൊപ്പം തന്നെ കൃത്യമായ മെയിൻ്റനൻസ് ആവശ്യമാണ്. മോണരോഗം എല്ലാവർക്കും വരുന്നൊരു അസുഖമല്ല, പക്ഷേ മോണരോഗം വരുന്നവർക്ക് ഇതിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മോണരോഗത്തെ നമുക്ക് പടിക്ക് പുറത്ത് നിർത്താം. അതോടൊപ്പം തന്നെ പല്ലുകളെ ആരോഗ്യം വീണ്ടെടുത്ത് ഭംഗിയായിട്ട് കൊണ്ട് നടക്കാം. 10-15 കൊല്ലം മോണരോഗം ഉണ്ടായിരുന്ന ആളുകൾ അതിനുശേഷം 10-20 കൊല്ലത്തോളം മോണരോഗം ഇല്ലാതെ കൊണ്ടു നടന്ന ഒത്തിരി കേസുകൾ നമുക്കറിയാം. അതുകൊണ്ട് കൃത്യമായ പരിചരണം ഉണ്ടെങ്കിൽ മോണരോഗത്തെയും നമ്മുടെ വായിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിന് മരുന്ന് മാത്രം പോരാ, അതിന് കൃത്യമായ ചികിത്സ തന്നെ ആവശ്യമാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഞാൻ ഡോക്ടർ തോമസ് നെച്ചിപ്പാടം ഫ്രം നെച്ചിപ്പാടം ഡെന്റൽ ആൻഡ് മറൈൻ ഡ്രൈവ് ഫോർ പല്ല് ഡോക്ടർ. നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ അറിയിക്കുവാൻ ഈ പല്ല് ഡോക്ടർ എന്നുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും. താങ്ക് യു വെരി മച്ച്. ഞാൻ ഡോക്ടർ തോമസ്.